അപ്പോൾ വളരെ മനോഹരമായൊരു പ്രദേശം കണ്ടപ്പെട്ട് നിർത്തിയതാണ്. കാടിനുള്ളതാണ്. നമ്മളിനി 33 കിലോമീറ്ററാണ് ഹൈവേയിലൂടെ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ പോകുന്നത് ഓൾഡ് ഗോവയിലേക്കാണ്. പനാജിയിലേക്ക് ഇവിടുന്ന് 66 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ മനോഹരമായൊരു കാടിൻ്റെ പ്രദേശം, ഇടയ്ക്ക് പുൽമേടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് നോക്കാൻ വേണ്ടി പോയി. കാര്യം പറഞ്ഞാൽ ഇന്നലെ അവളെ നന്നായിട്ട് കുളിപ്പിച്ചതാണ്. എടി കുഞ്ഞിപ്പെണ്ണ. അപ്പം കുളിപ്പിച്ചെങ്കിലും നമുക്ക് അവളെ പിന്നെ പോയി കിടന്നത് ചെളിക്കകത്ത് പോയി കിടന്നു. അങ്ങനെ ദേഹം മുഴുവൻ ചെളിയായിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും വെള്ളം കാണുന്നിടത്ത് നിർത്തണം. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി. ഈ ഹൈവേ വഴി ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. 66 ഹൈവേ ആണ് നമ്മുടെ കന്യാകുമാരി പനവേൽ ഹൈവേ. അപ്പോൾ നമ്മൾ ഈ വഴിയെ തന്നെയാണ് അങ്ങോട്ട് പോയത്. തിരിച്ചിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ബീച്ച് സൈഡ് ഗോവയുടെ മെയിൻ ബീച്ചുകൾ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന കർണാടകയിൽ നിന്ന് കാർവാറിൽ നിന്ന് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ബീച്ചുകളൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. ബീച്ചുകളൊക്കെ ആക്റ്റീവ് ആകുന്നതേ ഉള്ളൂ, സീസൺ സ്റ്റാർട്ടാകുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഹൈവേയിലൂടെ പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഘാട്ട് സൈഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഘാട്ട് കയറാൻ പോവുകയാണ്. ഘാട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഇങ്ങോട്ട് വലിയ അങ്ങോട്ട് പോകുമ്പോൾ വലിയ കയറ്റമില്ല, പക്ഷേ ചെറിയ കയറ്റങ്ങളാണ്. അപ്പോൾ എല്ലാം ചവിട്ടി പോകാൻ പറ്റില്ല, അപ്പോൾ തള്ളി തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ ഒരു പ്രദേശം കണ്ടപ്പോൾ നിർത്തി ഈ ഘാട്ടിലെ കാഴ്ചകളും പിന്നെ കുഞ്ഞിനെ ഒന്ന് ഇറക്കി നടത്തി. ഇനിയിപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഗോവൻ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി ഗോവയിലെത്തിയെങ്കിലും നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥ എത്തിപ്പോയി. കാരണം ഞാൻ ദൂദ്സാഗർ പോയിട്ട് വന്നപ്പോൾ കാല് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചെരുപ്പിട്ടാണ് നമ്മൾ വളരെ ഓടുന്നത്. അതുകൊണ്ട് കാലെല്ലാം പൊട്ടി ആകപ്പാടെ കുളമായി. 4 ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയത് രാത്രിയിലായതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ 2 ദിവസമായിട്ട് തങ്ങിയിടത്തും നമ്മൾ വീഡിയോസൊന്നും എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു, കാരണം അത്രയ്ക്ക് വേദനയായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ട്രാവേഴ്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഓണേഴ്സിനെ കണ്ടതിനാൽ, നമ്മളെ മലയാളികൾ പരിചയപ്പെടുത്തി ഒരു ട്രാവേഴ്സ് എന്നുള്ള ഒരു റിസോർട്ട് ഓണേഴ്സിനെ കണ്ടതിനാൽ, ഗിരിധർ എന്നുള്ള വ്യക്തി, അദ്ദേഹം ഇവിടുന്നാണ്, ആന്ധ്രാപ്രദേശുകാരനാണ്. അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 ദിവസം ഒരു ദിവസം അവിടെ തങ്ങാൻ പറ്റി. മറ്റ് 3 ദിവസം ഒരു കടയുടെ വരാന്തയിൽ, പിന്നെ ഒരു വൈൻ ഷോപ്പിൻ്റെ വരാന്തയിലൊക്കെ ആണ് ഉറങ്ങിയത്. അപ്പോൾ നമ്മൾ യാത്ര പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞിക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്, അവളതൊക്കെ പതിയെ കുടിച്ച് ഗ്ലൂക്കോസൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പോൾ യാത്ര തുടരുകയാണ്. മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കേട്ടോ, തള്ളിക്കളയാൻ പറ്റില്ല. 2 ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു. ഇപ്പോൾ വീണ്ടും മഴയുടെ ഒരു സാഹചര്യത്തിലോട്ട് വന്നിരിക്കുകയാണ്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്, മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. മലനിരകളാണ് കേട്ടോ, മുഴുവൻ ഘാട്ട് സൈഡാണ്. അപ്പോൾ ശരി, യാത്ര തുടരുകയാണ്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ രാവിലെ തന്നെ മനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം. മറ്റൊന്നുമല്ല, നല്ല വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടം. അടിപൊളിയല്ലേ? പാകമായി വരുന്നതേ ഉള്ളൂ. വാ, എന്താ അല്ലേ, നല്ല സ്വർണ്ണക്കതിരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന നെൽപ്പാടം. തൊട്ടടുത്ത് ചെറിയ തെങ്ങുംതോപ്പ്. തൊട്ടപ്പുറത്തൂടെ പോകുന്നത് നമ്മുടെ കൊങ്കൺ റെയിൽവേ ലൈനാണ്. ഇത് 66 ലൈൻ. 66 നമ്മുടെ ഹൈവേ, പനവേൽ കന്യാകുമാരി ഹൈവേ, നമ്മുടെ കേരളത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഹൈവേ ആണ്. അപ്പം മുകളിൽ ചെറിയ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും മനോഹരമായത് ഈ പാടശേഖരം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ റോഹൻ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്.
മഴ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. കാരണം അങ്ങോട്ട് പോയാൽ എങ്ങും നിൽക്കാനുള്ള സ്ഥലങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. ഞാൻ ഈ വഴി തന്നെയാണ് പാലോലം ബീച്ചിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ അടുത്താണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നീങ്ങാമെന്ന് വെച്ചതാണ്. പക്ഷെ നടക്കുകയില്ല. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് ഗോവയിൽ ഞാനിപ്പം ഓൾഡ് ഗോവയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തെ ഒരു മലയാളി ഫാമിലി നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു. അവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് ചെല്ലും, അന്നേരം അടുത്ത വണ്ടി വരും. അങ്ങനെ കാരണം ഇത് നാരോ റോഡായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അവർ ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരിൽ നിന്നുള്ളവരാണ്. എഴുതണ്ട. അപ്പോൾ നമ്മളെ ഒരു സ്വസ്ഥമായിട്ടുള്ളൊരു സ്ഥലം കിട്ടി. ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേനും അവരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അവരുമായിട്ട് സന്തോഷമൊക്കെ പങ്കുവെച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറേ ആൾക്കാർ നമ്മളെ സംസാരിക്കാനൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ യാത്ര പതിയെ തുടരാം. ഓക്കെ, താങ്ക് യു. അപ്പോഴത്തെ ഇന്ന് അലക്ക് ഇവിടെയായിരുന്നു. നല്ലൊരു പുഴ കണ്ടപ്പോഴത്തേനും ഇവിടെ അലക്കാൻ ഇറങ്ങി. ആദ്യം ഞാൻ അലക്കാൻ പോയത് ആ കാണുന്ന നടയുടെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു കുഴപ്പമില്ല, അവിടെ അലക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹൈവേയുടെ സൈഡിലല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ ഇറങ്ങി. അന്നേരമാണ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞത് അത് വിനായക ചതുർത്ഥിക്ക് ബിംബങ്ങൾ ഒഴുക്കുന്ന സ്ഥലമാണ്, അവിടെ അലക്കാനും കുളിക്കാനും ഒന്നും അനുവദനീയമല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു മുയൽ വളർത്തൽ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ സൈഡിലത്തെ പാടശേഖരമൊക്കെ. അപ്പോൾ അദ്ദേഹം എന്നെ അതിലെ കൊണ്ടുവന്ന് ഈ വഴിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തി. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും അദ്ദേഹം നമ്മളെ ഇവിടെ അലക്കാനുള്ള സൗകര്യമൊക്കെ കാണിച്ചു തന്ന് നമ്മളിപ്പോൾ കുഞ്ഞിനെയും കുളിപ്പിച്ചു അലക്കി എല്ലാ സാധനങ്ങളും ഇട്ട് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. പാറപ്പുറമാണ്. ഇപ്പോഴാണ് ഒരു കാറ്റടിക്കുന്നത് കേട്ടോ. ഇന്നും തെളിവില്ല, മൂടലാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിയിലാണ് ഈ സംഭവം. ഒരു ചെറിയ കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ചാൽ ചിലപ്പോൾ മഴ പെയ്യും, അതാണ്. മരിച്ചീർ പറക്കുന്നുമുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു അമ്പലമാണ് കേട്ടോ. കാരണം ഈ ഞായറാഴ്ച നല്ല തിരക്കുള്ള ഒരു അമ്പലമാണിത്. രാവിലെ തൊട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതാണ് ആ അമ്പലം, ഒരു കുഞ്ഞമ്പലം, നല്ല രസമുണ്ട്. ഈ നദിയുടെ കരയിൽ ഒരു ചെക്ക് ഡാമാണിത്. അതാണ് അമ്പലം കണ്ടോ. ഒരുപാട് പേര് തൊഴാൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കരയിലാണ്. ഇവിടെ ഈ ഗണപതിയുടെയൊക്കെ ഓരോ വിഗ്രഹങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അലക്കുന്നതിനും കുളിക്കുന്നതിനും കുഴപ്പമില്ല. ഒരുപാട് പേരുടെ ഈ ഷാമ്പുവും സോപ്പിൻ്റെ ഒക്കെ കൂടുമൊക്കെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഞാൻ കുളിച്ച് നല്ല വെള്ളം. ഈ കലക്കൽ കാണുന്നത് മഴയുടെയാണ് കേട്ടോ. ഇങ്ങോട്ട് തെളിഞ്ഞ വെള്ളമാണ്. ഇതുണ്ടോ, കണ്ണീര് പോലത്തെ വെള്ളമാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് അലക്കി കുളിച്ച് എല്ലാം റെഡിയായി. എൻ്റെ എല്ലാ തുണിയും പാറപ്പുറത്ത് ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഇനി എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കുഞ്ഞിയും കൂടി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പതിയെ ഇവിടുന്ന് യാത്രയാവും. അവൾ പിന്നെയും പോയി മണ്ണിൻ്റെ അകത്ത് കിടന്നു. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം. നമുക്ക് മണ്ണുള്ള സ്ഥലമാണ് മൊത്തം. അപ്പോൾ ശരി, ഞാൻ ഇച്ചിരി വിശ്രമിച്ചിട്ട് ഇവിടുന്ന് പതിയെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സൈക്കിൾ ഇവിടെ ഉണ്ട്, കണ്ട് അവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പാമ്പുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം ഇവിടെ തവളനെ പിടിച്ച് തവള കരയുന്ന സൗണ്ട് കേട്ട്. അപ്പോൾ ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ഇവിടുന്ന് യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നല്ലൊരു കാഴ്ചയൊക്കെ കണ്ട് നല്ലൊരു നദിക്കരയിൽ കുളിയൊക്കെ പാസ്സാക്കി അലക്കൊക്കെ കഴിഞ്ഞ് കുഞ്ഞിയും കുളിച്ച് ഞങ്ങൾ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് പാടശേഖരമാണ്, ഇപ്പുറത്തും പാടശേഖരമാണ്. അപ്പം മനോഹരമായൊരു സ്ഥലം. ഓൾഡ് ഗോവയിലേക്ക് പോകുന്ന വഴിക്കാണ്. മെഡ്ഗാവിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണിത്. ഇവിടെ ഒരു സെൻറ്റ് സേവിയേഴ്സ് ചർച്ചൊക്കെ ഉണ്ട്, ചാപ്പലാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇതുണ്ട് പ്രകാശ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്. അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി നമ്മളെ സ്വീകരിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാന ആള് ഈ നിൽക്കുന്നതാണ്. आपका नाम क्या है जी? नाजिल जमादार. അപ്പോൾ നമ്മൾ ഓൾഡ് ഗോവയിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ചാപ്പലൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു. അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ
ഈ ഭായിനെ അവിടെ വെച്ച് കാണാൻ പറ്റി. ഈ ഭാई आपका नाम क्या है? मेरा नाम नाजिल जमादार है। मैं बेलगाम का है। मैं रहता है गोवा में और प्रकाश ऑटो सर्विस में काम करता है। അപ്പോൾ നമ്മൾ ഭായിനെ കണ്ട് ഭായി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഇന്നിവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ഭായി നമ്മളെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഭായി ദിലിൻ ഭായി ആണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ളവരെയും കൂടി ഞാൻ കാണിക്കാൻ. ഇത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാരാണ്. ഇവരെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. असलम मुजावर, बाबू मुजावर हे आमगेली गॅरेज आसा कोंकणी चलेगा ना. हो आमगेलो भाऊ, आम्ही गॅरेज चलयता. हो बाबडो येयल्लो सायकल घेऊन, आम्ही ताका बायचा आधार दिला. അപ്പോൾ ഇവിടെ വേറെ കുറേ ആളുകളൂടെ ഉണ്ട്. ചോട്ടു आपका नाम? मेरा नाम अशरफ है। मैं बिहार का रहने वाला हूँ। अभी तो गोवा में रहता हूँ। मेरा वर्कशॉप है इधर ही गोवा में। നമ്മുടെ കേരള ഇത് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പാണ്. ഇദ്ദേഹത്തെ അവിടെ കണ്ടിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. ഓക്കെ, संदीप आप क्या काम कर रहे हैं इधर ही? हाँ, ये ड्राइवर. സന്ദീപ് സന്ദീപ് ഭായി ഇവിടുത്തെ ഇവരുടെ എല്ലാം ഫ്രണ്ട്സാണ് കേട്ടോ. ഇനി ഒരാളുകൂടി ഉണ്ടല്ലോ. ഇതറേ ഭായി പുള്ളിക്ക് ഭയങ്കര ശരം. അപ്പൊ ഇവരെല്ലാം ഭയങ്കര ജോലിയാണ് കേട്ടോ. നമ്മളുമായിട്ട് ഭയങ്കര സ്നേഹമാണ്. മുതലാളിനെ വിളിച്ചു വരുത്തിയതാണ് ഇദ്ദേഹം. മുതലാളിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ കുറേ നേരം സംസാരിച്ച്. ഇനിയിപ്പോൾ ഇന്നിവിടെയാണ് സ്റ്റേ. അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവർ പഹലാ മേരൊക്കെ ദേഖത്താ. അപ്പോൾ അവർ നേരത്തെ നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുന്നത് കണ്ടിരുന്നു. പക്ഷേ അവർക്ക് ഇത്രയും നമ്മുടെ യാത്രയെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അതിശയമാണ്. നമ്മളെ കാണുന്ന എല്ലാവർക്കും അതിശയമാണ്. പിന്നെ കുഞ്ഞിതേ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത്രയും നേരം ഇവരുടെ കൂടെ എല്ലാം കളിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പം നമ്മൾ ചിഞ്ചനിപ്പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാളിൻ്റെ രാത്രി കാഴ്ചകളിലേക്ക് പോവുകയാണ്. സെൻറ്റ് മേരീസ് ചർച്ച് ചിഞ്ചനി. അപ്പോൾ നമ്മുടെ അതിരമ്പുഴപ്പള്ളിയിലെ പോലെ തന്നെ വലിയൊരു പെരുന്നാളാണ് കേട്ടോ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ഇവിടെ പിന്നെ ഇലുമിനേഷനൊന്നുമില്ല. പള്ളിയിലുള്ള ലൈറ്റുകളൊക്കെ ഇട്ടുള്ള പരിപാടിയാണ്. അപ്പോഴത്തെ നമ്മൾ കച്ചവട സ്ഥാപനങ്ങളുടെ ചിന്തിക്കടകളുടെ ഇടയിലൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ട തുടക്കത്തിൽ തന്നെ ഷർട്ടുകളാണ് ഇവിടെ കൂടുതലും ഡ്രസ്സിൻ്റെ ബാഗിൻ്റെയൊക്കെ കടകളാണ് കൂടുതലുള്ളത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോഴത്തെ ഇതിൻ്റെ അകത്തെല്ലാം വലിയ കടകളുണ്ട് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഗോവയിലെ ഒരു വലിയ പള്ളിയാണിത്, ചിഞ്ചനി ചർച്ച്. കസേരയൊക്കെ വയ്ക്കുന്ന ആളുകൾ, ടേബിള്, കസേര, മാല, അടിപൊളി. വഴിയോര കച്ചവടക്കാരാണ് മുഴുവൻ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഡ്രൈവർ. അപ്പോൾ നമ്മൾ പതിയെ പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ്. പള്ളിയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഇവിടുത്തെ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ, ഇവിടുത്തെ വിവിധങ്ങളായ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ ഗ്രൗണ്ടിലോട്ട് കയറി. ഇതെല്ലാം ഫുഡ് കോർട്ടാണ് കേട്ടോ. മിർച്ചി ബജി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇവിടെ എല്ലാം ഫുഡ് കോർട്ടും എല്ലാം ഇടകലർന്നാണ്.
अभी कैसा था അപ്പോൾ ചിന്തിക്കടകളുടെ ഇടയിലൂടെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചാച്ച മുമ്പോട്ട് പോയി. ചിൽപ്പാത്രക്കടകളൊക്കെയാണ് ഈ കാണുന്നത്. കുത്തിലാട്ടം, ജയിലിൽ പിള്ളേരെ കളിപ്പിക്കുന്ന പരിപാടികൾ എല്ലാം ഉണ്ട്. नहीं ऐसा नहीं जा सकता भाई. नहीं हो ऐसा नहीं जा सकता. ये ऐसा ही बस वापस जाना पड़ेगा. അപ്പോൾ നമ്മൾ വേറൊരു സൈഡിലോട്ട് വന്നതാണ്. ഇവിടെ എല്ലാം കടകളാണ് കേട്ടോ. ഈ റോഡിൻ്റെ ഇരുവശവും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം കടകളുണ്ട്. ഇതെന്താ ഇത് മുഴുവൻ തുണികളുടെ സ്ഥലങ്ങളാണ്. ഇന്ന് ഗോവ മുഴുവൻ ഇവിടെയുണ്ട്.